അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് നമുക്ക് സമാഗതമാകാൻ പോകുന്നത്. ലോകത്ത് ഈമാനുള്ള മുഅ്മിൻ്റെ ഖൽബിൽ ഉള്ള അഭിലാഷയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് ഭൂജാതരായി വന്ന ആ നിമിഷം, ആ സമയം അത്യമൂല്യമായ ഒരു സമയമാണ്. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സമയമുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്ത് പ്രസവിച്ച് വീണ സമയമാണ്. അതിന് മറികടക്കുന്ന ഒരു സമയം, ഒരു ദിവസവും ഒരു മാസവും ഒരു കൊല്ലവും ഇല്ല. എല്ലാം മറികടന്നുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവിച്ച ആ സമയം സ്ഥാനത്തിൽ ഉയർന്നു നിൽക്കുന്നത്. ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് അള്ളാഹു അവൻ്റെ സൃഷ്ടികളെല്ലാം പടച്ചിട്ടുള്ളത്. അനമിൻ നൂറില്ല വക്കുല്ലു ഷൈഇൻ മിൻ നൂറി. ഞാൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നാണ്, എല്ലാ വസ്തുവും എൻ്റെ പ്രകാശത്തിൽ നിന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. ആ പ്രകാശം ലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന നബിയുൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ എന്ന് പറഞ്ഞതുപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെ ഇടയിൽ കളിമണ്ണായി രൂപപ്പെട്ട സമയത്ത്, അഥവാ റൂഹിടുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായിരുന്നു. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകാശം, അവിടുത്തെ പ്രകാശം അന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അന നബിയുൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ. ഞാൻ നബിയായിരുന്നു, ആദം നബി അലൈഹിസ്സലാം വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെ ഇടയ്ക്കായിരുന്നു. അതായത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുത്തെ സൃഷ്ടിപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രവാചകനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം പ്രവാചകൻ്റെ പ്രകാശമായി, ആ പ്രകാശത്തിന് തന്നെ അള്ളാഹു നുബുവത്ത് കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലെ, നിങ്ങളുടെ വയസ്സെത്രയാണ്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പൊന്നാര നബിയെ, എൻ്റെ വയസ്സിൻ്റെ കൃത്യത എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം സത്യം പറയട്ടെ, ഞാൻ ഒരു നക്ഷത്രം ഞാൻ സാധാരണ എൻ്റെ ജീവിതത്തിൽ കാണാറുണ്ട്. അത് ഉദിച്ച് അസ്തമിക്കാൻ 70,000 കൊല്ലം ആ നക്ഷത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ 70 പ്രാവശ്യം ഉദിച്ച് അസ്തമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീലെ, ആ നക്ഷത്രം അത് എൻ്റെ പ്രകാശമാണ്. എന്നാൽ നോക്ക്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കണ്ടതായ ആ നക്ഷത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശത്തിൻ്റെ ആയുസ്സ് എത്രയാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. 70,000 കൊല്ലത്തിനൊരു പ്രാവശ്യം അത് ഉദിച്ച് അസ്തമിക്കുന്നു. അങ്ങനെയുള്ള ഉദിച്ച് അസ്തമിക്കൽ 70 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടിട്ടുണ്ട് എങ്കിൽ ആ പ്രകാശത്തിൻ്റെ ആയുസ്സ് എത്രയെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മനുഷ്യരായി ഭൂജാതരായി വരുന്ന സമയത്തിന് എത്ര വലിയ പവറാണ്, എത്ര വലിയ ശ്രേഷ്ഠതയാണുള്ളത്. റമദാൻ മാസത്തിൽ അള്ളാഹു വെച്ച ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. എന്നാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണോ ശ്രേഷ്ഠത,
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീണ ആ രാത്രിയാണോ ശ്രേഷ്ഠത എന്ന വിഷയത്തിൽ പണ്ഡിതോചിതമായ ചർച്ച നടക്കുമ്പോൾ മഹാന്മാരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയുന്നു, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശം അഥവാ തങ്ങളുടെ ഈ ലോകത്ത് തങ്ങൾ പൂജാതരായ ആ സമയം അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ആ റബീഉൽ അവ്വൽ മാസമായ ആ മാസത്തിൻ്റെ 12-ാം ദിവസത്തിലെ തിങ്കളാഴ്ച സുബഹി നേരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവമുണ്ടായത്. സുബഹിക്ക് അല്പം മുമ്പുള്ള സമയമാണ്. ആ സമയത്തിനുള്ള പവർ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്ക് വരെ ഇല്ല എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠത എത്രയാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അടുത്ത് വരുമ്പോൾ നാം ആഘോഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ മദ്ഹ് പറയുക എന്നത്, അവിടുത്തെ സ്തുതികീർത്തനങ്ങൾ പറയുക എന്നത്, അവിടുത്തെ പേരിലുള്ള മൗലിദുകൾ നമ്മൾ വീട്ടിലും പള്ളിയിലും മറ്റുള്ള പൊതുസ്ഥലങ്ങളിലെല്ലാം ആചരിക്കുക എന്നത്, അതെല്ലാം വളരെ പുണ്യമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബിലുണ്ടെങ്കിൽ അവൻ ജന്മദിനം കൊണ്ട് സന്തോഷിക്കും. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് സ്തുതികീർത്തനങ്ങൾ പാടിപ്പോഴ്ത്തും. അതല്ലെങ്കിൽ അവനിക്ക് ഒരു നിലക്കും ഈമാനില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇന്ന് ഈ പ്രസ്ഥാനക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അടുത്ത് വരുമ്പോൾ അവർക്ക് വല്ലാത്ത തലവേദനയാണ്. നോട്ടീസുകളും വാട്സാപ്പിൽ മെസ്സേജുകളും അതേപോലെ കവലപ്രസംഗങ്ങളും നടത്തി നബിദിനമെന്നത് ഇല്ല, അത് ശിർക്കാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ജനങ്ങൾ ചരിത്രം അവർ നോക്കാത്തത് കൊണ്ടാണ്. ചരിത്രം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം സ്വഹാബത്തുൽ കിറാം ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്, താബീങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നന്മകളും നല്ല മദ്ഹുകൾ പറഞ്ഞ് സ്വതക്ക ചെയ്ത് നന്മകൾ ചെയ്ത് ആ ദിവസത്തെ അവർ സന്തോഷിച്ച് ആദരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് അഥവാ അവിടുത്തെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നമുക്കുള്ള പാഠങ്ങളാണ്. കഴിഞ്ഞ ശേഷം മുളഫർ രാജാവ് അദ്ദേഹം ഹിജ്റ 300 വർഷത്തിൽ വലിയൊരു മൗലിദ് നടത്തി. ആ മൗലിദ് നടത്തിയപ്പോൾ അതിനെ സംബന്ധിച്ചും പറയാൻ തുടങ്ങിയവർ 300 വർഷം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടാത്ത ജനങ്ങൾ 300 വർഷത്തിൻ്റെ ശേഷം ജന്മദിനം കൊണ്ടാടാൻ തുടങ്ങിയെന്ന്. എന്നാൽ മുളഫർ രാജാവ് നടത്തിയത് 300-ാം വർഷത്തിൽ അദ്ദേഹം നടത്തിയ മൗലിദ്, അദ്ദേഹം നടത്തിയ സദസ്സ് അതൊരു വിശേഷമായ സദസ്സായിരുന്നു. ഒരു രാജാവായതുകൊണ്ട് 30,000 പ്ലേറ്റുകളാണ് ഭക്ഷണത്തിന് വേണ്ടി, 30 ലക്ഷം പ്ലേറ്റുകളാണ് ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആലിമീങ്ങളും സാദാത്യങ്ങളും ഒരുമിച്ച് കൂട്ടി, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂട്ടി വലിയ ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയൊരു വമ്പിച്ച മൗലിദാണ് മുളഫർ രാജാവ് നടത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് മുമ്പ് നടത്തിയത് മൗലിദല്ല എന്ന് പറയാൻ ഒരു നിലക്കും ന്യായമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് വിപുലമായി രാജാവ് തൻ്റെ സാമ്പത്തിക കഴിവ് കൊണ്ട് നടത്തിയെന്ന് മാത്രം. അതിന് മുമ്പുള്ള സ്വഹാബത്തും താബീങ്ങളും അയിമ്മത്തുകളെല്ലാം അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ, സ്തുതികീർത്തനങ്ങൾ, അവിടുത്തെ മൗലിദുകൾ, ആ ദിവസം സദഖ ചെയ്യൽ, ആ ദിവസം മദ്ഹ് പറയൽ, റസൂലുള്ളാഹിനെ ഓർത്ത് അവിടുത്തെ മഹബത്ത് കൽബിൽ വെച്ച് അവിടുന്ന് സ്മരിക്കൽ, അത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ നടത്തിപ്പോയതാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം നമ്മുടെ മുമ്പിൽ സമാഗതമാകുമ്പോൾ നാം നല്ല ഉണർവയോടുകൂടെ സന്തോഷത്തോടുകൂടെ ആ മാസത്തെ നാം സ്വീകരിക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് 1400 വർഷത്തിന് മുമ്പ് ഉമ്മത്തികളായ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നമ്മളൊന്ന് ഓർത്താൽ തന്നെ നമുക്ക് ഏകദേശം റസൂലുള്ളാഹിൻ്റെ ആ മഹബത്ത് നമ്മുടെ കൽബിൽ വരാൻ അത് മാത്രം മതി. അത് ഓർത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ, ഉഹുദ്, ഹുനൈൻ, ഖന്തക്ക് പോലെയുള്ള യുദ്ധങ്ങളിൽ പട്ടിണി കിടങ്ങ് കൊഴിച്ച് ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ ശത്രുക്കൾക്കെതിരെ പൊരുതി പോരാടികൊണ്ട് ഉമ്മത്തിന് വേണ്ടി വിജയം കൈവരിച്ച് തന്ന് അവസാനം പരിശുദ്ധമായ മക്കം ഫത്ഹ് എന്ന ആ വമ്പിച്ച വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തികളായ നമുക്ക്, മുസ്ലിങ്ങളായ നമുക്ക് വിജയം ഏറ്റെടുത്ത് തന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ തന്നെ മക്കം ഫത്ഹായി നമുക്ക് മദീനം ഫത്ഹായി കിട്ടി. ലോകത്തിൻ്റെ പല ഭാഗം വിജയിച്ച് കിട്ടി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊക്കെയും സഹിച്ച ത്യാഗങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം നമ്മൾ അനുസ്മരിക്കുകയാണെങ്കിൽ, അതെല്ലാം ഓർക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും അവിടത്തോടുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ വരാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടും സാധിക്കില്ല, എന്തുകൊണ്ടും സാധിക്കും. നാം ആ മഹബത്തിനൊരു കാരണം അവിടുത്തെ ചരിത്രങ്ങളൊന്ന് ഓതണം, അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പല്ല് ഷഹീദായി. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ധൈര്യത്തോടു കൂടെ പിന്നോട്ടോടാതെ ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ പേടിച്ച് ഇന്നി ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നു എന്ന് ഒരു ധിക്കാരി കുപ്രചരണം നടത്തിയപ്പോൾ ആ സമയത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ പേടിച്ച് പിന്തിരിഞ്ഞു പോയി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചില്ലറ സ്വഹാബികളും അവിടെ ഉറച്ചു നിന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്. അന നബിയുൻ ലാ കദിബ് അനബുന അബ്ദുൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാണ്, ഒരു കളവും ഇതിലില്ല, ഒരു സത്യമല്ലാതെ കളവില്ല. അസത്യമായ വാക്കാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പ്രവാചകൻ തന്നെയാണ്. മാത്രമല്ല അനബുന അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബ് എന്ന പ്രമാണിയായ ഒരു വ്യക്തിയുടെ മകനാണ് എന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ പേര് എടുത്തു പറയാൻ കാരണം ഖുറൈശികൾക്ക് വരെ വളരെ പേടി സ്വപ്നമായ, ഖുറൈശികൾക്ക് വരെ നേതൃത്വമായ ഒരു വലിയ വമ്പിച്ച വ്യക്തിത്വമായിരുന്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ആ മഹത്വത്തെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണെന്ന് പ്രഖ്യാപിച്ചു. ആ ഉഹുദ് യുദ്ധത്തിൽ ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ, ശക്തിയോടെ 16 യുവാക്കളുടെ കുതിരശക്തിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ യുദ്ധം ചെയ്തു വിജയം കൈവരിച്ചു. ഇതെല്ലാം ഉമ്മത്തികളായ നമുക്ക് വേണ്ടിയല്ലേ? ആ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്യാഗങ്ങളെല്ലാം ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ അവിടുന്ന് ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, പട്ടിണി കിടന്നും പിന്നെ ഊണുമില്ലാതെ വെള്ളമില്ലാതെ ദാഹിച്ചു, യാത്രകൾ ചെയ്തു, അതേപോലെ ശത്രുക്കളുമായി പൊരുതി, ശരീരത്തിന് മുറിവുകളേറ്റ് സഹിച്ച്, അതേ സമയത്ത് നോമ്പനുഷ്ഠിച്ച്, വല്ലാത്ത പ്രയാസങ്ങൾ, ക്ഷാമങ്ങളെല്ലാം അനുഭവിച്ച്, പ്രയാസങ്ങൾ അനുഭവിച്ച് ത്വായിഫിൽ വരെ, സ്വന്തം നാട്ടിൽ വരെ പോയപ്പോൾ അവിടുന്ന് അവരുടെ ധിക്കാരികളായ ആളുകളെ കൊണ്ട് ശരീരത്തേക്ക് മുറിവേൽക്കുകയും അതെല്ലാം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയും ഉമ്മത്തികൾക്ക് വേണ്ടി സഹിക്കുകയും ചെയ്ത ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കാതിരിക്കാൻ, അവിടുന്ന് ഓർക്കാതിരിക്കാൻ ഖൽബിൽ ഈമാനുള്ളൊരു മുഅ്മിന് സാധ്യമേ അല്ല. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് നമ്മുടെ ഖൽബിൽ വെക്കണം. അതിനൊരു ദിവസം, അതിനൊരു മാസമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ആ സമയത്ത് പള്ളികളിലെല്ലാം, മദ്രസകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷമാണ്. എല്ലാവർക്കും സന്തോഷമാണ്. മുഅ്മിനീങ്ങളായ നമുക്കെല്ലാവർക്കും, നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ പുരുഷന്മാർക്കും, എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാനിന് വല്ലാത്ത ആവേശവും സന്തോഷവുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം മാത്രം അതിന് കാരണമായിരിക്കുന്നു. ആ റബീഉൽ അവ്വൽ മാസം വരുന്ന സമയത്ത് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സുന്നത്തുകൾ പകർത്തി ജീവിക്കാൻ ശ്രമിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹബത്ത് കൽബിൽ വെച്ച് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ലാ ഈമാന ലിമല്ല മഹബത്തല, അള്ളാഹുവിൻ്റെ റസൂലിനെ അതിയായി കൃത്യമായി യഥാർത്ഥത്തിൽ സ്നേഹിക്കാത്ത ഒരാൾക്ക് അവൻ്റെ ഈമാനല്ല, അവനിക്ക് ഈമാൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിച്ച ആളുകളാണല്ലോ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് പോലത്തവർ. പക്ഷേ അത് അംഗീകരിക്കാൻ അവർക്ക് മനസ്ഥിതി ഉണ്ടായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹബത്ത് കൽബിൽ വെച്ച്
ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി മാത്രം സമർപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ സ്വഹാബത്ത് ആ ഹബീബിനെ സ്നേഹിച്ച് അതിൻ്റെ പേരിൽ അവർ സഹിച്ച ത്യാഗങ്ങളുടെ പിന്നിലാണ് അവരുടെ ഈമാനിന് പൂർണ്ണമായ കമാലിയത്ത് വന്നത്. അള്ളാഹു ആ മഹത്തുക്കളുടെ ഹക്ക് കൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി സ്നേഹിക്കുവാനും സ്നേഹിക്കേണ്ട രൂപത്തിൽ സ്നേഹിക്കുവാനും അവിടുത്തെ മഹബത്ത് കൽബിൽ വെച്ച് ജീവിക്കുവാനും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനിതായ രൂപം, അതിൻ്റെ യഥാർത്ഥം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ ഉറച്ചു ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത റബീഉൽ അവൽ മാസം മുഴുവനും മൗലിദ് കൊണ്ടും റസൂലുള്ളാഹിനെ മദ്ഹ് കൊണ്ടും ബുർദ കൊണ്ടും അങ്ങനെ റസൂലുള്ളാഹിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിലായി റബീഉൽ അവൽ മാസം മുഴുവനും നമുക്ക് ആഘോഷിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.